റൊണാൾഡേ റൊണാൾഡേ എന്തിയേ റൊണാൾഡോ എവിടെ? അവൻ ആ കുളത്തിന്റെ ചോട്ടിൽ നിൽപ്പുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് മീനെ പിടിച്ച് വിൽക്കലല്ലേ പണി. ആ എന്തെങ്കിലും ചെയ്ത് 10 പൈസ ഉണ്ടാക്കട്ടെ. ആ പിന്നെ പൂരാട ശശിയിലെടുത്ത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഞങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങി. അത് 1-2 എടുത്ത് വലിച്ചു കീറിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇതില്ലെങ്കിൽ അവന്റെ കൈമുട്ട് അടിച്ചോടിക്കുമെന്ന് പറഞ്ഞാൽ. അയ്യോ, ശശിയണ്ണനാണ് കീറണെന്ന് നിങ്ങൾ കണ്ടോ? തെളിവുണ്ട്. തെളിവില്ലാതെ ഞങ്ങൾ ഒരു കാര്യവും പറയൂല കേട്ടാ. അങ്ങോരുടെ കൈമുട്ട് ഒടിക്കാൻ ചെന്നാലേ തിരിച്ച് ഈ കൈമുട്ട് ഒടിയും. എന്തോ അവൻ ഞൊട്ടും. ഞൊട്ടുമല്ല കാണാം. അവന്റെ മാത്രമല്ല പാർട്ടിയിലുള്ള സകല എണ്ണത്തിനും വേണമെങ്കിൽ നിന്റെ ഉൾപ്പെടെ കൈയും കാലും ഒക്കെ ചവിട്ടി ഒടിച്ചിടൂല. പിന്നെ അങ്ങോട്ട് വാ ചവിട്ടി ഒടിക്കാൻ വേണ്ടി 4-3-7 പേരുള്ള നിങ്ങളുടെ പാർട്ടിക്കാരാണ് പറയുന്നത് ഞങ്ങളെ കൈയും കാലും ഒടിക്കും. പിന്നെ നിന്റെയൊക്കെ കൈകൾ അടിക്കാൻ 4-3-7 4 മതി, അല്ലെങ്കിൽ 3 മതി. 4 ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിച്ച് ഓടുന്ന പാർട്ടിക്കാരാ നിങ്ങളെ. ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെയല്ല. ശശി എപ്പോ കണ്ടു തുടങ്ങിയത്? ഇപ്പൊ രാഷ്ട്രീയത്തിലോട്ട് അങ്ങോട്ട് ഇങ്ങനെ പിച്ച വെച്ച് വരണേ ഉള്ളൂ അവള്. അത് അപ്പഴേ മനസ്സിലായി. നോക്കിക്കോ, അപ്പഴേ മനസ്സിലായി. തലയെ വെച്ചേക്കണോ മാറിയ കാല വരെ തൂക്കി തലയിലിടും. നിങ്ങൾ ആദ്യം തറയിൽ ഇട്ടല്ലോ. എന്നിട്ട് അട്ടനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കുമല്ലേ. 2 പാർട്ടിക്കാരുടെ രാവിലെ അടി തുടങ്ങിയ ചൊറിയല് സമാധാനം തരൂല. എന്തേടാ നീ എവിടെയായിരുന്നു? ഞാനാ കുളത്തിൽ പോയതാ. നീ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്നത്. പോയിട്ട് മീൻ കിട്ടിയ മീനെ കുറച്ചെണ്ണത്തെ നോക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ഗൾഫാർ സോമണ്ണന്റെ മോന് കുറച്ച് മീനെ വേണമെന്ന് പറഞ്ഞു. ചെറിയൊരു അക്വേറിയം കൂടെ. പിന്നെ മെമ്പറോട് ഒരു അപേക്ഷയുണ്ട്. എന്നാ? ഒരു ലോൺ റെഡിയാക്കി തരണം. ഈ മീൻ കച്ചവടത്തിൽ നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു സ്വയം തൊഴിൽ സൈഡിലെങ്ങാണ് വരുന്നുണ്ട്. കുറച്ച് അക്വേറിയം കുറെ മീനെല്ലാം വെച്ചിട്ട് 2 ബോർഡ് വെച്ചാൽ തീരാൻ ലോൺ കിട്ടി, പോക്കറ്റിൽ ഇരിപ്പുണ്ട്, വെച്ചോ, നടക്കും. നിന്നെ സഹായിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷെ മച്ചമ്പിയുടെ സ്വഭാവം കാണിച്ചാൽ സഹായിക്കൂല. ലോൺ കൃത്യമായിട്ട് അടച്ചാൽ ഞാൻ എന്തെങ്കിലും. മച്ചമ്പിയെ നീ കൂടുതൽ പിടിക്കണ്ട കേട്ടാ. മച്ചമ്പിയെ എന്താ എടുത്തു കൊടുക്കുക, ആദ്യം നീ എടുത്തു കൊടുത്ത് കാണിക്ക്. അതൊക്കെ എനിക്കറിയാം. എടുത്തു കൊടുക്കും. പിന്നെ വേറെ കാര്യം കൂടെ പറയാണ്ട്. അതുകൊണ്ട് നീ പിടിക്കണ ഇതുണ്ടല്ലോ മീനുകൾ, അത് പണ്ട് ഇടയ്ക്ക് ഞാനും അൻസാർ നടരായും കൂടെ ഞങ്ങൾ തോട്ടിൽ നിന്ന് കുറേ കുഞ്ഞു സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ വളർന്നിപ്പോൾ വലുതായിരിക്കണത്. ഒരു ഓഹരി എവിടെയെങ്കിലും മാറ്റി വെച്ചോളണം. അതൊക്കെ എന്നേ ചത്ത് മണ്ടടിഞ്ഞാണ്. എത്ര ഉണക്കമൊന്നും എത്ര വെള്ളപ്പൊക്കവും. അത് വേണ്ട, കഥയൊന്നും ഇറക്കണ്ട. നോക്കാടെ ഇറക്കാം. തങ്കച്ചേട്ടത്തിക്ക് ഗുരുദർശനത്തിലേക്ക് ഒരു ലോകജാലകം. ഓ എൻ്റെ ഭർത്താവേ, നല്ല ബെസ്റ്റ് കാണി. ഇന്നത്തെ ദിവസം പോയി കിട്ടി. അവൻ അകത്തൊന്നും സ്ഥലമില്ലാത്തല്ലോ ഇവിടെ. നടക്കാവോ? എങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ കാണി കാണാനായിട്ടും. ഉടായിപ്പ് രാഷ്ട്രീയക്കാരനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് മർദ്ദിച്ച് റൊട്ടിയാക്കി. ഉടായിപ്പ് രാഷ്ട്രീയക്കാരി നിന്റെ പെങ്ങൾ അവള്. അവള് ഇലക്ഷൻ ഇന്ന് ജയിച്ച് നേതാവായവളാണ്, അല്ല സ്വയം പ്രമുഖൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. ഓ തന്നെ ഒന്നും മിണ്ടാതിരിടാ കനക. നിന്റെ കൂടെ വരുന്ന ആരുടെ അത്? ബോഡി ഗാർഡ് ക്ലീറ്റസ് ആണ്, അത് ഉടായിപ്പ് ക്ലീറ്റസാ? ഉടായിപ്പ് ക്ലീറ്റസ് നിന്റെ കുഞ്ഞാമര മാപ്പിള അയച്ചു പോടാ. പണിയും ചിലപ്പോ ഇല്ലാതെ ഇരിക്കണം ആളുകളാ. എനിക്ക് പണിയില്ല. പണിയുള്ള ഒരാളതോ പോണ്. അയ്യോ, സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താ കടയിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞു? പൈസ 1/2 കിലോ ഉള്ളി. കൊച്ചുള്ളിയോ? പൈസ ഉണ്ടാ കയ്യില്? പൈസ ഉണ്ടാകാൻ വരും. ഇല്ല, ഒരു 50 രൂപ എടുക്കാനില്ലേ? ഇത് കൊടുത്താൽ എത്ര രൂപ കിട്ടും? അത് ബിസിനസ് പൈസയില്ലേ? അത് കൊടുത്തിട്ട് 1/2 കിലോ ഉണ്ട്. 1 കിലോ ഉള്ളി വാങ്ങിച്ചു. ഏതുള്ളി? ചെറിയ ഉള്ളി. ഓ, ഇത് ഗപ്പി മീൻ നമ്മുടെ കുളത്തിലെ ഏട്ടാ. തീർത്ത് അച്ഛൻ വിശ്വസിക്കാൻ പറ്റും നിനക്ക്? ഗപ്പിയാണിത്. ഈ മീനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തവർക്ക് ഞാനിത് ഗപ്പി എന്ന് പറഞ്ഞ് വെക്കും. അപ്പൊ ഗപ്പി അല്ല. അങ്ങനെ ഈ തോട്ടിലൊക്കെ എവിടുന്ന് ഗപ്പി വരാനാ? ഇത് മേടിക്കാൻ വരുന്ന ആരാണ്? അവർക്കിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലല്ലോ. കൊച്ചു പിള്ളേരല്ല വരുന്നത്. അവരെ പറ്റിച്ച് തന്നെ ജീവിക്കണം. എനിക്ക് പൈസ കിട്ടത്തില്ലേ മറ്റേ? നമ്മളത് നോക്കിയാൽ പോരെ. പൈസ കിട്ടാൻ നിനക്ക് 10,000 പണി ഉണ്ടല്ലോ. ഇതൊരു സൈഡ് ബിസിനസ്. വർക്ക്ഷോപ്പിലെ പണി വേറെ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും. അത് മാത്രമല്ല, തങ്കച്ചേട്ടത്തി ഈ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു ലോൺ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. എന്തിന്?
കടമുറി വാടകയ്ക്ക് എടുത്ത് അക്വേറിയം, അതിന്റെ പരിപാടി അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മള്. അപ്പൊ ലോൺ ശരിയാക്കി തരാൻ തങ്കം നിന്റെ അടുത്ത് പറഞ്ഞ ഓ അപ്പൊ അവളും പെട്ട്. പക്ഷെ നല്ലതാ ചെറിയത്തിന്റെ ഒക്കെ. അപ്പൊ കൊച്ചുള്ളി 1 കിലോ. ആ എന്തേലും കാണുമെങ്കിൽ പിന്നെ വാങ്ങിച്ചോ, ഇല്ല, പച്ചക്കറി വേറെ എന്തേലും. ഒന്നും കാണത്തില്ല. പിന്നെ ചേച്ചി ഓ വാടി അടുക്കളയില. എപ്പോ വന്നായിരുന്നു? ഞാൻ കുറച്ചു നേരം മുമ്പ് വന്ന്. ആണോ? ഇത് കിഴങ്ങ് മെഴുക്ക് വരട്ടെ. ആ എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. അതിനെന്താ അത്ര വലിയൊരു ആഡംബരം? ചോദിക്കാൻ ഇത്ര പ്രയാസം? ചോദിക്കടി. പിന്നെ ആ ചേച്ചി റൊണാൾഡോ ചേച്ചനെ ലോൺ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ അക്വേറിയത്തിന് വേണ്ടിട്ട്. ആ പറഞ്ഞു. കൊറേ നാളായി അവൻ ചോദിക്കുന്നു എന്തെങ്കിലും ചെയ്യണോന്ന്. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ എന്ത് പറഞ്ഞു? ക്ലീറ്റോന് സമ്മതമാണല്ലോ, പൈസ കിട്ടുന്ന എല്ലാ പരിപാടിയും ക്ലീറ്റോന് സമ്മതമായിരിക്കുമല്ലോ. എന്റെ പൊന്നെ, അവിടെ ഒരാൾ പറയാനൊന്നും ബാക്കിയില്ല ചേച്ചി. കനകന. ആ പിന്നെയും ചേച്ചിനെ പറയുന്നത്. ആ ചേച്ചിക്ക് വല്ല കാര്യമുണ്ട്, അവൻ ലോൺ തിരിച്ചടക്കത്തില്ല, ചേച്ചി വെള്ളം കുടിക്കും, നീ അതിന് ഒത്താശ ചെയ്യാൻ നിൽക്കുകയാണ്, എന്തൊക്കെയാ കിടന്ന് പറയുന്നുണ്ട്. അവൻ അതല്ലേ പറയുള്ളൂ. എല്ലാത്തിൻ്റെയും മുമ്പിൽ അവനെ നിർത്തിയാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ പാവം 10 കാശ് ഉണ്ടാക്കി ജീവിക്കട്ടെ, ഏട്ടൻ അങ്ങോട്ട് നോക്കാനേ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ അടച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നോടേ ചോദിക്കുള്ളൂ. ചേച്ചി പറയണം, അല്ലെങ്കിൽ ചേച്ചി ആഴ്ച അല്ലെങ്കിൽ ദിവസം പൈസ വാങ്ങിച്ചോണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. എന്തായാലും അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച എന്നും കുന്നും ഈ പരാതി പറച്ചില്ല. ഞാൻ അതുകൊണ്ട് ഇതിനൊക്കെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ പിന്നെ. എന്തായി എന്നിട്ട് നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ? പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. കിഴങ്ങ് മെഴുക്ക് വരട്ട് വേണോ? മെഴുക്ക് വറ്റണോ? മെഴുക്ക് വരട്ടെ ചേച്ചി, എനിക്കും വേണോ ഇച്ചിരി. ചാറുണ്ടാവില്ല. പിന്നെ ഞാൻ തന്ന ഇച്ചിരി എന്തെങ്കിലും 2-3 കഷ്ണം കൂടി ഇട്ട് സാമ്പാറും കൂടെ ആക്കിയാലോ? വേണ്ട, നമ്മൾ കൂട്ടി മടുത്ത്. മെഴുക്ക് വരട്ട് എന്നാ മെഴുക്ക് വരട്ടാം. ആവുമ്പോ എന്നെ വിളിച്ചേക്കണേ. പോട്ടെ ഞാൻ. ഇത് കണ്ട തിരുമല ഒരു പയ്യൻ ഓർഡർ ചെയ്ത് വെച്ചേക്കാണ്. എന്റെ തോട്ടിലെ മീനല്ലേ? ആ കുറച്ച് തോട്ടിലല്ല കുറച്ച് മീനോട് നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഒപ്പിക്കണേ? എങ്ങനെ? അതൊക്കെ അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. അതടുത്ത തോട്ടിന്ന് പിടിക്കും. അതൊന്നും അല്ലടോ, കളർ മീനൊക്കെ നമ്മൾ ഇച്ചിരി മേടിക്കുക. കാര്യം ഒരാൾ വന്ന് കണ്ട ഒരു സെറ്റപ്പ് തോന്നണമല്ലോ. നീ എന്ത് ധൈര്യത്തിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? എല്ലാ ചെറുകിട കച്ചവടക്കാരും ഇമാതിരി ഇതിപ്പോ കാണിച്ചിട്ടാണ് വലുതായി വരുന്നത്. ഇത് വലുതാവൂല. വലുതാവണേന് മുമ്പ് കാല് 2 താഴെ കിടക്കും. ആദ്യം പറഞ്ഞപ്പോ ഇങ്ങനെ വിചാരിച്ചില്ല. ഇത് മറ്റേ അക്വേറിയം കളർ മീൻ കച്ചവടത്തിന്. നിന്റെ അടുത്ത് ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലടാ ഈ പണിക്കൊന്നും വേണ്ടെന്ന്. അച്ചമ്മി ഇത് നല്ല സെറ്റപ്പാ മച്ചമ്മി. ഞാൻ ഇപ്പൊ തന്നെ ഇത്ര ഓർഡർ ഉണ്ട്, പൈസ കിട്ടും. അവരോട് ചോദിച്ചാൽ ഇതിന്റെ വരുംപരായകൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവള് നിന്റെ അടുത്ത് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല ഈ പണി വേണ്ട, മര്യാദ എടുത്തോണ്ട് പോയാലടാ. അല്ല മച്ചമ്മി ഇത് എത്ര എടുത്തോണ്ട് പോയാലടാ. ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏടേ നിന്റെ തലയില നിന്റെ മുഖത്തൊന്നും അല്ലല്ലോ അത് വെച്ചിരിക്കണത്. അമ്മ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്തോട്ടെ, നിനക്കെന്താ ബുദ്ധിമുട്ട്? നീയാണ് അവന് സപ്പോർട്ട് ആണെന്ന് വെച്ചോ. എന്ത് ആവശ്യമില്ലാത്ത പണിയാണ്. ഇത് ആവശ്യമുള്ളതാണോ? അല്ല ഇതിപ്പോ നിനക്കെന്താണ് ബുദ്ധിമുട്ട്? എവിടെ കിടക്കണം? നിന്റെ അളിയിലും മച്ചമ്പി ഒന്നുമില്ലല്ലോ അത് അവൻ പിടിച്ചോണ്ടിട്ട് വിൽക്കണത്. അല്ലല്ല, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ഇവ എന്തെങ്കിലും അന്വേഷിച്ചപ്പെടുന്ന ആൾക്കാർ വേറെ ഇല്ലേ? അത് അന്വേഷിച്ച് വരുമ്പോ ഇവന് പണിയില്ലാഞ്ഞിട്ടല്ലോ. ഇവന് പണി ഇല്ലാത്തവന് പണി ഉണ്ടായിക്കൊടുത്തത് ഞാൻ, നീയല്ല ഉണ്ടായിക്കൊടുത്തത്, ഞാനാണ് ഉണ്ടായിക്കൊടുത്തത്. സൈഡ് ബിസിനസ് ആദ്യം ഉള്ള പണി പോയി ചേട്ടാ അങ്ങോട്ട്. അവിടെ പണി ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് റെഡിയായി വരട്ടെ. ഇപ്പൊ വർഷാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പണിയില്ല. അതവൻ ചെയ്ത അവിടെ പൈസയും കിട്ടണില്ല. ഇതൊക്കെ ആകുമ്പോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് എത്ര തിളപ്പം തോന്നുന്നു? മര്യാദയ്ക്ക് പണിക്ക് പോകണേ. അവൻ പണിക്ക് പോകണില്ല. അവൻ എന്റെ അനിയനാണ്. ഞാൻ പറഞ്ഞ കേട്ടാ അവൻ ഇവിടെ ഇത് ചെയ്യണേ ഉള്ളൂ. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേറെ എന്തെങ്കിലും കണ്ടെത്തി. അവൻ ഇവിടെയാണ് വെച്ച് ചെയ്യണത്. നീ ചെയ്യടാ. പിന്നെ ചോദിക്കാനും അങ്ങനെ ആളില്ലാന്ന് വിചാരിക്കണ്ട. നീ ആളുണ്ടോ ഇല്ലെന്നുള്ളല്ല, ഇതിന്റെ പേരിൽ ഇനി ആരെങ്കിലും അന്വേഷിച്ച് വന്ന വരുമ്പോ അല്ലേ എന്നെ വിളിക്കരുത്. ഇല്ല സ്റ്റേഷനിലെ കാര്യങ്ങൾ നോക്കിയാൽ സ്റ്റേഷനിലെ കാര്യം എനിക്ക് പല കാര്യം നോക്കണ്ടാവും. ഇവിടെ ഇത് എനിക്കറിയാം, ഇത് ഡീൽ ചെയ്യാൻ. ഏട്ടൻ അവിടെ അല്ലേ ഏട്ടൻ വെച്ചേക്കുന്നത്? അവിടത്തെ കാര്യങ്ങൾക്കാണ് പലരും അന്വേഷിച്ച് ഇവിടെ വരാറുള്ളത്. അവനാണ് പറഞ്ഞത്. അവൻ വെറുതെ പറയണല്ലോ. നീ നിന്റെ പണി നോക്ക്. നിനക്ക് അവനൊരു ലോൺ എടുത്തു കൊടുക്കാൻ പറ്റും, എടുത്തോട്. ഈ പരലിനും പൂജാനിക്കൊക്കെ ഞാൻ എങ്ങനെയാ ഇതെടുത്ത് കൊടുക്കുന്നത്? ഇത് നമ്മുടെ തോട്ടിലൊക്കെ ഉള്ള മീനാണ്. ഇവ നല്ല മീനാന്ന് പറഞ്ഞ് ഇതെല്ലാം മീനാണല്ലോ. മീൻ ഇതിന് ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരാണ് വന്ന് വാങ്ങണത്. അല്ല ആരെ നിർബന്ധിച്ച് സത്യം പറ. നീ മര്യാദയ്ക്ക് ചെയ്തോളണം. പിന്നല്ലോ
ആരെങ്കിലും എന്തെങ്കിലും പറയണോ ഈ ഒന്നീ പറയുന്നതിന് ബോധം വേണം, അല്ലെങ്കിൽ കേൾക്കുന്നതിന് ബോധം വേണം. ഇത് രണ്ടുമില്ലാത്ത രണ്ടെണ്ണം കണ്ട് കഴുതകൾ. തീരെ ബോധമില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഈ നെഗറ്റീവ് പറഞ്ഞ അങ്ങ് മുടക്ക്. എന്ത് കാര്യം? ഇത് നല്ല കാര്യമല്ലോണ. ഇതിനെന്താണ് മോശം? നല്ല കാര്യം പറയണ. എല്ലാവർക്കും പോലീസ് പണി ചെയ്യാൻ പറ്റുമോ? നിനക്ക് കിട്ടിയെന്ന് പറയുന്നത് നീ അഹങ്കരിക്കണ്ട. പോലീസ് പണി നീ മെമ്പറായെന്ന് പറഞ്ഞ നീ അഹങ്കരിക്കണ്ട കേട്ടാ. കൊറേയാണ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു വകയും ചെയ്യാൻ സമ്മതിക്കും. നീ ഈ മനുഷ്യനെ കണ്ടാണ് തുള്ളണതെങ്കിൽ നടക്കൂല. ഈ തുള്ളക്ക് അധികം താമസിയാതെ നിന്നോളൂ. ഞാൻ എവിടെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ്. ഇവ എതിർപ്പാണ് എല്ലാത്തിനും. ഒരു വക എന്നെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്തോരം പരിപാടികൾ ഞാനിവിടെ ആസൂത്രണം ചെയ്യും, അവ ഉടനെ നെഗറ്റീവ് അടിക്കും, എവിടെ അതിനെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ കർത്താവ് എങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളൊരു വീട് ഞാൻ കണ്ടിട്ടില്ല. അവന് എന്ത് ധൈര്യമാണ്? ഇത് എൻ്റെ മുറ്റമാണ്, നമ്മളെ മുറ്റത്ത് വെച്ചേക്കേണ്ട സാധനം എടുത്ത് മാറ്റാൻ പറയാം. അവന് എന്ത് ധൈര്യം? നിങ്ങളുടെ മുറ്റം എന്ന് പറയാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ? അവൻ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ അവൻ ഇവിടെ നാളെ നീ നാളെ ഇതെല്ലാം എടുത്ത് ആ മുറ്റത്തുണ്ടെങ്കിൽ അവൻ്റെ മുറ്റത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് നീ കച്ചവടം ചെയ്യണം. അതൊന്നും വേണ്ട വെച്ചപ്പോ. ഞാൻ റോഡിലെങ്ങാനും പോയാൽ കരിക്കരയുടെ സൈഡിലെങ്ങാനും ഒരു ഡെസ്ക് എടുത്തിട്ട് അവിടെ ചെന്ന് കച്ചവടം ചെയ്യാം. അതാകുമ്പോൾ വണ്ടിക്കാരൊക്കെ നിർത്തും, പണി നടക്കും. അതാ നല്ലതടാ. വെറുതെ ഇവിടെ കിടന്ന് ഇതിന്റെ പേരിൽ ഇനി വഴക്കം വെക്കാണോ വേണ്ടല്ലോ. അച്ഛൻ എന്താ പറയുന്നു? ഒന്നും പറയാനില്ല മച്ചമ്പി, നീ എങ്ങും പോണില്ല. നീ പൂജപ്പുര സ്റ്റേഷൻ്റെ മുമ്പ് കൊണ്ടുവച്ച് വയ്ക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കച്ചവടം ചെയ്യണം. എന്താണ് പേടിക്കുന്നത്? ആരാടാ പേടിക്കുന്നത്? വെറുതെ നിങ്ങൾ ഒരു വഴക്ക് വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. ഇതിപ്പോൾ ആരാണ് ചൊറിയാൻ വന്നത്? ഒരു നല്ല കാര്യം ചെയ്തു, ഒരുത്തൻ നന്നാവണമെന്ന് ഇഷ്ടമല്ലടാ ഈ കുടുംബക്കാർക്ക്. വെറുതെ ഇങ്ങനെ ചിരിച്ച് നമ്മളെ കൂടെ ജീവിക്കുകയാണ്. ക്ലീറ്റ് എഴുതാപ്പുറം ഒന്നും വായിക്കേണ്ട. അവൻ അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണോടി? നിസാര എവിടെ തോട്ടി കിടക്കണ മീൻ അവൻ്റെ ആരുമല്ല. ആ മീനിനെ ഇവൻ കൊണ്ടുപോയി ഈ പിടിച്ച് പിള്ളേർ കൊടുത്ത് വിൽക്കാൻ അവരെ സന്തോഷമാണ് കുട്ടികൾക്ക്. അത് കണ്ടിട്ട് ഇവൻ എന്താണ് സഹിക്കാത്തത്? അപ്പോൾ ഇതെന്താണ്? ഇതിൽ നിന്ന് ചില്ലറ കിട്ടണതിൻ്റെ ചൊറിച്ചിലാണിത്, ചൊരുക്ക്. അവന് പണ്ടേ ഇത് തന്നെടാ, നമ്മൾ നന്നവന് ഇഷ്ടമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം നോക്കിക്കണം, അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബാക്കി ഞാനേറ്റ്. എന്നെ കൊന്നിട്ട് എന്തായാലും നിന്റെ ദേഹത്ത് വിടുള്ളൂ. നിന്റെ പറയാൻ ഞാനുണ്ട്. അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓ അയ്യോ, നീ അതിനും കൂട്ടി വയ്ക്കോടി. അങ്ങനത്തെ മുതലല്ലേ നീ എല്ലാം കേട്ടാ. നീ ഇന്നലെ വന്നപ്പോഴേ ശരിക്കും മീനില്ലായിരുന്നു. കാര്യം മീൻ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ബസ്സിനകത്ത് പെട്ടെന്ന് നിങ്ങൾ വിളിച്ചപ്പം പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഓർഡർ പ്രകാരമുള്ള സാധനം എടുത്തോണ്ട് വന്നു കേട്ടോ. ഇവിടുത്തെ മീനല്ലത്, ഇവിടുത്തെ എങ്ങും കിട്ടത്തില്ല സാധനം. എല്ലാം ബാംഗ്ലൂരിൽ നിന്നുള്ള ഐറ്റമാണ്. കഴിച്ചോടെ നിനക്കിതല്ലേ വേണ്ടേ? നിങ്ങൾ സ്കൂളിൽ പോട്ടെ, കൂട്ടുകാരോട് പറയണം ഇതേപോലെ ന്യായ വിലയിൽ. ഇവിടെ കിട്ടുന്നതല്ലത്. കേരളത്തിൽ ഓരോ അക്വേറിയത്തിലും ഇല്ലാത്ത മീനാത്. ഇനി കരീബിയൻ ഡോൾ ഫിഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നല്ല കരിവീട്ടി പോലെ ഇരിക്കും കരീബിയൻ ഡോൾ ഫിഷ്. അത് ഫ്ലൈറ്റിലാണ് വരുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ. അതിലേക്ക് അണിച്ച് പൈസയാവും. അത് വേണ്ട, ഈ ചെറിയ ബൗളുണ്ട് കേട്ടോ. ബൗൾ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടെ പൈസ എടുത്ത് കളയാതെ നിൽക്കട്ടെ. ചേച്ചി നല്ല കച്ചവടോ ചേച്ചി. ഇന്നലെ 12,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട്. എവിടുന്നൊക്കെയാ പിള്ളേര് വരുന്ന ഈ കോണം? ശരി വിട്ടോ. നിനക്ക് വലിയ മീനല്ലേ വേണ്ടേ? ഗോൾഡൻ ജെറി ഫിഷ് എന്ന് പറയുന്നൊരു മീൻ വന്നിട്ടുണ്ട്. ഇതേപോലെ നിന്റെ സ്കൂളിലുള്ള കൂട്ടുകാരെ ഒന്നും ഇവിടെ മീൻ മേടിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് 2 മീനെ ഞാൻ ഫ്രീ ആയിട്ട് തരാം. വാ, മറ്റേ അപ്പുറത്താ, അതിനെ വെയിൽ കൊണ്ടുകൂടാ. എൻ്റെ കൊച്ച് ശരിക്കും ഇവൻ എന്നോട് ചോദിച്ച് എനിക്ക് മീൻ കച്ചവടത്തിന് ഇച്ചിരി പൈസ റെഡിയാക്കി തരുമോ, ലോൺ തരുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ തരാമെന്ന് ഇവൻ രക്ഷപ്പെടാനുള്ള ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുളത്തിലെ മീനിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ വിചാരം എന്താ, കുളത്തിലെ മീൻ പിടിച്ച ആൾക്കാരിങ്ങനെ വിൽക്കുമായിരിക്കും, അത് മേടിക്കാൻ ആളുണ്ടാവുന്ന. പക്ഷെ ഇത് കള്ളത്തരം കാണിക്കുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി. ഇത് നല്ല മീനിൻ്റെ കൂടെ ഈ പൊട്ടമീൻ ഇട്ട് കൊടുക്കുന്നതാ, മിക്സ് ചെയ്താ കൊടുക്കുന്നു. ചേട്ടന് അങ്ങനെ പറഞ്ഞു ചേട്ടാ. ഈ കുളത്തിലെ മീനും ഇങ്ങനെ ഇടയ്ക്ക് മിക്സ് ആക്കിയൊക്കെ അല്ലേ കൊടുക്കുന്നത്?
ഇനി അതിനൊക്കെ വല്ല പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല, ഇതെനിക്കൊരു അഭിപ്രായമില്ല. മനസ്സിലായല്ലോ? ദയവേത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിക്കാനോ പറയാനോ വരരുത്. ഉത്തരം പറയണം. അല്ലടാ, നീ ഒരു പോലീസുകാരന് ഞാനൊരു മെമ്പറും അല്ലേ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് അറിയുമ്പോ. അതുകൊണ്ടാണ് പറഞ്ഞത്. വരുംവരായകൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആരെങ്കിലും കേൾക്കൂ? അപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ കണ്ട മീനിന്റെ ചിറകൊക്കെ ഇങ്ങനെയുണ്ട്. അത് വേറെ, അത് 1-2 ഉള്ളൂ, ബാക്കിയെല്ലാം ഈ പൊട്ടമീൻ ഇട്ടേക്കണേ. എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കറിയില്ല. ക്ലീറ്റോനോട് പറഞ്ഞാൽ മതി. ക്ലീറ്റോയാണ് കെട്ടി വെച്ച് കൊടുത്തേക്കുന്നത്. ക്ലീറ്റോ ചേട്ടനാണ് ചാടി വീണത്. എടാ, ഇപ്പൊ നീ ഒരു ദിവസം ശരാശരി എത്ര മീൻ കൊടുക്കും? 100 മീൻ പുറത്ത് പോകും. ഞാൻ തുപ്പൽ വഴിക്കും പറഞ്ഞൊരു 10-200 എണ്ണം പോയി. ആ താഴെ തോട്ടി ചെന്നപ്പോൾ ഇഷ്ടം പോലെ മീനെ കിട്ടി. 100? ആ 10-200 എണ്ണത്തോളം പോയി. 100 മീനെ കൂട്ടും. അത് പോരാ. അല്ല മച്ചമ്മേ, ഞാനുമേ വെച്ചിട്ടുണ്ട്. 22,250 രൂപ കിട്ടി. ഇന്നും 10 പോയിന്റ് ഓർഡർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നും ഈ സൈക്കിളിലും സ്കൂട്ടറിലും യാത്ര ചെയ്താൽ മതി? ബെൻസിൽ യാത്ര ചെയ്യണ്ടേ? പെൻസിലാ? ബെൻസ് കാറിൽ. അപ്പൊ കച്ചവടം അനുസരിച്ചിട്ട് കയറ്റണം. ഞാൻ കടലിൽ മീൻ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമല്ലോ. ഈ ഊപ്പപ്പരലിനെ പിടിച്ച് കളർ ഇത് മതി. ഇതിനൊക്കെ പിന്നെ നീ വില കുറച്ചുകൂടെ കയറ്റി വിൽക്കണം. ഇപ്പൊ കൊടുക്കുന്ന ജോഡിയുടെ വില അല്ല, ഒരു 50-100 മാറ്റണം. കച്ചവടം ആയിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടാക്കണം. അതിനുള്ള വഴികൾ കാണണം. പിന്നെ ഞാൻ ഒരു ഐഡിയ പറയാം. ഒന്നാമത് നമുക്ക് ആദ്യം ഇത് നമുക്കൊരു ഓൺലൈനിൽ ഒരു സംഭവം ചെയ്യണം. ഓൺലൈനിൽ നമ്മളൊരു ഇത് സംഭവം വേണം. അതിന് മുന്നേ ഓൺലൈനൊക്കെ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ മീനെ ഇനി ഇറക്കണം. ചെറിയ വലുതായിട്ട് അക്വേറിയം കുറെ സെറ്റപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരൊന്ന് കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കളറിൻ്റെ കൂടെ ഇച്ചിരി സൂപ്പർ വൈറ്റ് മറ്റേ നീലം കൂടെ ഇട്ട് ഇതിനെ അതിലിട്ടൊക്കെ ഒന്ന് മുക്കിയെടുത്താൽ കളറാവൂലേ? പിന്നല്ല, അതിന് നമുക്ക് പറ്റിയൊരു പേരിടണം. ആദ്യം അതിനൊരു പേര് പറ. പേര് മനസ്സിലാക്കി ആൾക്കാരെ ക്യാച്ച് ചെയ്യണ ഒരു പേര്, പിള്ളേരൊക്കെ കിട്ടണം. റോസ്മേരി കളർ മീനുകൾ. എടാ, നമ്മൾ മീനാണ് വിൽക്കണ, മുതലേ അല്ല. റോസ്മേരി വേറെ ഒന്നും കിട്ടിയില്ല. വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ അട്രാക്ഷൻ ഉള്ള സാധനം. കുട്ടികള് തക്കുടു കളിമീനുകൾ, കളർ മീനുകൾ. കളിക്കുടുക്കെന്നൊക്കെ പറയുന്നത്. ഈ മീനിന്റെ മുഖം തക്കുടിന്റെ മുഖമായിട്ട് ഒരു ചേർച്ച. അപ്പൊ തക്കുടു കളിമീനുകൾ ആൻഡ് കളർ മീനുകൾ. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ചെറിയൊരു രീതിയിൽ ഇവിടെ പരിപാടി തുടങ്ങും. അത് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ ഒരു കടയെടുക്കും. കടയെടുത്തിട്ട് അവിടെ നമ്മൾ വെച്ചിട്ട് ബോർഡെല്ലാം വെച്ചിട്ട് പരിപാടി ചെയ്യും. പിന്നെ ഓൺലൈനിൽ നമ്മളെ പരിപാടിയുണ്ട്, എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. പിന്നെ ഈ ഓൺലൈനിനകത്ത് സാധനം കയറി ക്ലിക്ക് ആവണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്നോട് ചീമ പറഞ്ഞു തന്നെ. മച്ചമ്മയ്ക്ക് സിനിമാ നടന്മാരുമായിട്ട് വല്ല പരിചയമുണ്ടോ? അവരെ കൊണ്ടൊരു ആശംസ നമ്മളെ അടുത്ത ആളുകളാണ്. പിന്നെ ആശംസ വീഡിയോ പറയും. അപ്പക്കുട്ട സാറ് വഴി നമുക്ക് മോഹൻലാലിൻ്റെ ലാലേട്ടനെ കൊണ്ടൊരു ആശംസ പറയിച്ചാൽ നല്ലതായിരിക്കും. ആ പുള്ളി ഈ പറയുന്ന ഇങ്ങനെ മേൽത്തരം മീനുകൾക്ക്, കളിമീനുകൾക്കും കളർ മീനുകൾക്കും തക്കിടു കളർ മീൻ ആൻഡ് കളിമീൻ സാധനം പറഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് വീഴും. അതെ. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് മീനുകളെ കുറച്ച് ഡപ്പിക്കകത്താക്കി ഈ മന്ത്രിമാരൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അവരൊക്കെ. മന്ത്രിമാരെ കാര്യമൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരെയൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ എന്നാലും രാഷ്ട്രീയക്കാരല്ല, കലാകാരന്മാർ വഴി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ. കുറച്ച് നടിമാരും കുറച്ച് നടന്മാരെയും കുറച്ച് പാട്ടുകാർ, മിമിക്രിക്കാർ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. ഹലോ, ഇവിടെ മീമിക്കുന്ന ആളില്ലയോ? കസ്റ്റമറാന്ന് തോന്നുന്നു. പൂജപ്പുര നല്ല ടീം പറഞ്ഞു പിന്നെ 10 രൂപ കയറ്റിക്കോ. അതറിയില്ല. അപ്പം തക്കുടു കളർ മീൻ ആൻഡ് കളിമീൻ. ഇതാന്നുള്ള ആള്? ഏതാ മീൻ വേണ്ടേ? എടോ, ഇയാൾ ഈ തോട്ടിലെ ആറ്റിലും കിടക്കുന്ന മീനാണോ ഈ ചെറുക്കന് കൊടുക്കുന്നത്? പിന്നെ അല്ലാതെ ഞാൻ കണ്ടതല്ലയോ? എനിക്കെന്തൊരു ആറ്റിലും തോട്ടിലും കിടക്കുന്ന മീനെ കണ്ടാ അറിയത്തില്ലയോ? കൂടിയ മീൻ വേറെ പുറത്തുനിന്ന് വരുത്തിച്ച മീനാണ്. എന്തോ കൂടിയ മീനാടേ. ട്യൂഷൻ ഫീസ് കൊടുത്തു വിട്ട പൈസ എടുത്തുകൊണ്ട് ഈ മീൻ മേടിച്ചോണ്ട് വീട്ടിൽ വന്നത്. അതെന്റെ കുറ്റാണ്. അവ അത് പറയാതെ കൊണ്ട് എന്തൊരു പരിപാടിയാ ഇത്. ലേറ്റസ്റ്റ് നേതാവിന്റെ വീടായിരുന്നു ഇത്. പ്രശ്നം കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാവോ നേതാവേ? നിന്റെ മോനാണോ? പിന്നെ ഇവരെ പറ്റിച്ചു വിട്ടത് എന്ത് മര്യാദ കാണിക്കണത്? കൊച്ചു പിള്ളേരെ ഈ സാധനം കൊടുത്ത് പറ്റിക്കാൻ പറ്റില്ല. കാണിച്ചിട്ട് അവനൊന്നും ന്യായം പറയുന്നത്.
ചപ്പി, ആരോ എന്താ? മച്ചാ, ഒന്നും വേണ്ട. അങ്ങനെയല്ല. അല്ല. നിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് തെമ്മെടുത്ത് വേണ്ട. അടിക്കണ്ട. കാര്യം പറഞ്ഞതേ ഉള്ളൂ. കൊച്ചു പിള്ളേരെ മീനും അത് ഇതും കൊടുത്ത് പറ്റിക്കണേ പൈസ വാങ്ങിച്ചിട്ട്. അതെ, എൻ്റെ ഒരു അനിയനാണ് ഇച്ചിരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിലക്കിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ആ മേലാന്മാർ തമ്മാർത്തെ കാണിയോ ഇറങ്ങി പൊക്കോളൂ ഇവിടുന്ന്. ഇറങ്ങി പൊക്കോളൂ ഇവിടുന്ന്. മീനിന്റെ 500 രൂപ വെറുതെ ആറ്റിലെ മീൻ തോട്ടിൽ കിടക്കുന്ന മീനെ പീസ് അതൊന്നും കൊടുക്കാം. പറയാനാന്ന് പറയാം. ക്ഷണിക്കുന്നതാ 500 1000 ഉണ്ട് വെച്ചോ. എന്റെ മകള് പറഞ്ഞു വിലക്കിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിക്കാൻ നടക്കുന്നു. അവൻ ഭൂലോക കച്ചടയാണ്, എനിക്കറിയാം അവന്. അവൻ ആടിക്കേസിലെ പ്രതിയാണ്. എന്റെ ക്ലീറ്റോ ചേട്ടാ സമ്മതിച്ച്. ഏട്ടൻ ഇതിനെ എതിർത്തപ്പോ എന്തൊക്കെയാ ആ മനുഷ്യനെ പറഞ്ഞത്? എന്റെ ലില്ലി, നിന്നെ ഞാൻ സമ്മതിച്ചു. ആ കൊടുങ്ങാവുള്ള കുടുംബത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ നീ നമ്മളെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? ഉടനെ പ്ലേറ്റ് മാറിയാ നീ. പിന്നെ കച്ചവടമല്ലേ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ലേ, അവന് ഒട്ടും ശരിയാവൂലേ. അതാ ഇതോടെ ഒരു ബേളം കേട്ടാ. ഒന്നുമില്ലേ, ഞാൻ എവനൊന്ന് ഗുണദോഷിച്ചതാ. അല്ല, വേറെ ആളുടെ ശബ്ദം കേട്ടല്ലോ. അല്ല, അത് ഞാൻ ഇച്ചിരി സ്വരം മാറ്റി അവനോടൊന്ന് സ്വരം ഇടറി ഒന്ന് പറഞ്ഞതാ. യവൻ ഈ കച്ചവടത്തിന് അവൻ പറ്റിയതല്ല. യവനെ ഈ ബിസിനസ്സിന് പറ്റിയതല്ല. അളിയൻ പറഞ്ഞാലേ വർക്ക്ഷോപ്പിനാണ് നല്ലത്. ഞാൻ ഒരെണ്ണം കൊടുത്തളിയാ, നന്നാവണമെങ്കിൽ ഇതിൽ നന്നാവും. നന്നാവൂലേ?